السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. أبو موسى الأشعري رضي الله تعالى عنه تركنا حديث الله رسول الله صلى الله عليه وسلم അവിടുന്ന് പറഞ്ഞു ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിനിൻ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ മാസത്തിലെ പകുതി രാവിൽ, പകുതിയുടെ 15ാമത്തെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിലേക്ക് അവൻ നോക്കുന്നതാണ്. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഗ്ഫിറത്ത് നൽകുകയും ചെയ്യും, എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് രണ്ട് കൂട്ടം ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിർത്തി. ഇല്ലാ ലി മുശ്രിക്കിൻ ഔ മുശാഹിനിൻ, ഒരു മുശ്രിക്കിനും ഒരു മുശാഹിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ടുന്ന ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ആരൊരുവൻ നൽകിയോ അവനാണ് മുശ്രിക്ക് എന്ന് പറയുന്നത്. അവൻ്റെ ദുആ ആകട്ടെ, അവൻ്റെ വരമേൽപ്പിക്കലാവട്ടെ, അവൻ്റെ നേർച്ചകളാവട്ടെ, അവൻ്റെ നമസ്കാരമാവട്ടെ, ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് അവൻ നൽകിയിട്ടുണ്ട് എങ്കിൽ അവനാണ് മുശ്രിക്ക് എന്ന് പറയുന്നത്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഔ മുശാഹിനിൻ, മുശാഹിനായ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളോട് പകയും വൈരാഗ്യവും ഒക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ, മറ്റുള്ള ആളുകളോട് തെറ്റി നടക്കുന്ന മനുഷ്യൻ. ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൂട്ടത്തിനോട് തെറ്റി നിൽക്കുന്ന ബിദ്അത്തുകാരനാണ് അത് എന്നും ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അതിനെ വിശദീകരിച്ചതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയും സമാനമായ ആശയം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അത് അഹ്ലുസുന്നയോട് എതിരിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളോട് എതിരിട്ട് നിൽക്കുന്ന ബിദ്അഈ കക്ഷികളിൽപ്പെട്ട ആളുകളാണ് എന്നും പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രാത്രി, ഇന്ന് മഗ്രിബായി കഴിഞ്ഞാൽ എന്തായി? ശഅബാൻ 15ന്റെ രാവായി. ആ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പുറത്തു കൊടുക്കും, മുശ്രിക്കിനൊഴികെ, അതുപോലെ തന്നെ മുശാഹിനൊഴികെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുവെക്കുന്നവനൊഴികെ, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളോട് തെറ്റി നടക്കുന്ന, മറ്റുള്ള ആളുകളോട് വൈരാഗ്യവും പകയും വെച്ച് നടക്കുന്ന ആളുകൾക്ക് ഒഴികെ എന്നുള്ളത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഒരു ഹദീസ്, ശഅബാനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ശഅബാൻ 15മായി ബന്ധപ്പെട്ട് വന്ന ഹദീസ്. എന്നാൽ ഈ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് ഒരാൾക്ക് ശഅബാൻ മാസത്തിന്റെ പകലിലും രാത്രിയിലും പ്രത്യേകമായ ഇബാദത്ത്, ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ കൂടുതൽ ഖിയാമുൽ ലൈൽ നമസ്കരിക്കുക, പകലിലാണെങ്കിൽ നോമ്പ് നോൽക്കുക, അതുപോലെ തന്നെ സ്വതക്കകൾ വർദ്ധിപ്പിക്കുക, പ്രത്യേകം ഇബാദത്തുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ വർദ്ധിപ്പിക്കുക. എന്ത് പ്രതീക്ഷിച്ചുകൊണ്ട്? ശഅബാൻ 15ന്റെ ഫളല്, ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ കൂടുതൽ ചെയ്താൽ അതിൻ്റെ വിധി എന്താണ്? അത് ബിദ്അത്തായ കാര്യമാണ്. കാരണം അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ ആര് ചെയ്യണമായിരുന്നു? സഹാബാക്കൾ റളിയല്ലാഹു അൻഹും ചെയ്യണമായിരുന്നു. ശഅബാൻ 15ന് ഈ ഫളല് ആദ്യമായി പഠിപ്പിച്ചു കൊടുത്തത് ആർക്കാണ്? സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിനാണ്. ആ സഹാബാക്കൾ ആരും അതിൻ്റെ പകലിൽ നോമ്പെടുക്കുക, അതിൻ്റെ രാത്രിയിൽ സുദീർഘമായി നമസ്കരിക്കുക എന്ന ഒരു കർമ്മം ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കില്ല. മാത്രമല്ല, ശഫഈ മദ്ഹബിലെ തന്നെ ഹിജ്റ 973 മരണപ്പെട്ടു പോയ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. റഗായിബ് നമസ്കാരത്തിന്റെ കാര്യവും അതുപോലെ തന്നെ ശഅബാൻ 15 രാവിലുള്ള നിസ്കാരത്തിന്റെ കാര്യം എന്ന് പറയുന്നത് രണ്ടും തുല്യമാണ്. എന്നിട്ട് പറയാണ് അദ്ദേഹം, രണ്ടും വളരെ മോശവും ആക്ഷേപാർഹവുമാണ്. രണ്ടും വളരെ മോശവും ആക്ഷേപാർഹവുമാണ്, ബിദ്അത്തുകളാണ്. അവ രണ്ടിൻ്റെയും വിഷയത്തിൽ വന്ന ഹദീസുകൾ കെട്ടിയുണ്ടാക്കപ്പെട്ട കള്ള ഹദീസുകളാണ്. കള്ള ഹദീസ് എന്ന് പറഞ്ഞാൽ ദഈഫായ, ദുർബലമായ ഹദീസ് എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളമായി കെട്ടിയുണ്ടാക്കിയ ഹദീസാണ് എന്ന്. അത് നമ്മൾ ആരും പറഞ്ഞതല്ല. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി, അതായത് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അപ്പോൾ ആ രാവിലും പകലിലുമായിക്കൊണ്ട് പ്രത്യേകം ഇബാദത്ത് കൊണ്ട് സജീവമാക്കുക എന്നുള്ള കാര്യം നമുക്കൊരിക്കലും അനുവദിക്കപ്പെട്ട കാര്യമല്ല എന്നുകൂടെ നമ്മൾ പ്രത്യേകം ഓർമ്മിക്കുക. എന്നാൽ ഒരാൾ അയ്യാമുൽ ബീദിന്റെ നോമ്പെടുക്കുന്ന ഒരു മനുഷ്യനാണ്,
13, 14, 15 എല്ലാ മാസവും നോമ്പെടുക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾക്ക് 15ൻ്റെ അന്ന് നോമ്പ് ഒറ്റ പ്രശ്നമുണ്ടോ? അത് പ്രശ്നമല്ല. കാരണം അയാളുടെ കസ്ത്, അയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും ഷഅബാൻ 15 എന്നുള്ളതല്ല, മറിച്ച് അയാളുടെ ഉദ്ദേശം അയ്യാമുൽ ബീദ് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തല്ല, അത് ബിദ്അത്തായി കാണുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.